സ്കിപ്പ് ചെയ്തുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണത് മാത്രമല്ല, കറക്റ്റായിട്ട് സപ്ലിമെൻ്റ് എടുക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങൾക്കൊരു ദുശീലമുണ്ട്, നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യും. ആൽക്കഹോൾ ഒരു ഡയറക്റ്റീവ്സ് ആണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം അടിച്ച് കളയാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ പ്രോട്ടീനും ക്രിയാറ്റിനും പോലത്തെ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതും വെള്ളമാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് രണ്ടുകൂടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഒന്ന് ചിന്തിച്ചു. നിങ്ങൾ ജിമ്മിൽ കിടന്ന് എത്ര കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി, ഇത് നമുക്ക് യാതൊരു ബെനിഫിറ്റും തരത്തില്ല. കറക്റ്റായിട്ട് വെള്ളമില്ലാതെ നമ്മുടെ ഫുഡിനും സപ്ലിമെന്റ്സിനും ഒന്നും അവരുടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ റിക്കവറിയെ ബാധിക്കും, പെർഫോമൻസിനെ ബാധിക്കും, സ്ട്രെങ്തിനെ ബാധിക്കും. മെയിനായിട്ടും സപ്ലിമെന്റ്സും ആൽക്കഹോളും ഒക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗൻസ് എക്സ്ട്രാ പണിയെടുക്കും, എക്സ്ട്രാ സ്ട്രെസ് കയറും. അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതുപോലത്തുള്ള ഫിറ്റ്നസ് ടിപ്പിനും നോളജിനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. We bodybuilders obviously use it as a high protein and high amino acid supplement.